ആത്മവിചാരം ഇല്ലാതെ കിടന്ന് ആരുടെ ഉണർച്ച ഭവാൻ. ആത്മവിചാരം ഇല്ലാതെ കിടന്ന് ആരുടെ ഉണർച്ച ഭവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തുതി സ്തുതി നിനക്ക് എന്നും ചൊല്ലിടുവേ. ദോഷച്ചുമടൊഴിച്ചു രക്ഷ തന്നവനെ സ്തുതി സ്തുതി നിനക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 25 സങ്കീർത്തനം 13 വാക്യം. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് സമൃദ്ധിയും ക്ഷേമവും നിറഞ്ഞ ജീവിതം ലഭിക്കുമെന്നും അവരുടെ തലമുറകൾ ദേശം അവകാശമാക്കുമെന്നും വിശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. ദൈവവുമായി അടുത്ത് ജീവിക്കുന്നതിലൂടെ ഭൗതിക സമ്പത്ത് മാത്രമല്ല, പൂർണ്ണവും അനുഗ്രഹീതവുമായ ഒരു ജീവിതം തന്നെ ലഭിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ദേശം അവകാശമാക്കുമെന്ന സന്തതികളുണ്ടാകുമെന്ന വാഗ്ദാനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് വ്യക്തികൾക്കപ്പുറത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. ഭൂമിയുടെ അവകാശത്തെക്കുറിച്ചുള്ള വാഗ്ദാനം അബ്രഹാമിൻ്റെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ ദൈവം അബ്രഹാമിന് അവൻ്റെ പിൻതലമുറയെ കനാൻ ദേശം അവകാശമാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ സ്നേഹിതരെ, വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ അവകാശത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ ദൈവം നമുക്ക് തന്ന ആയുസ്സിൽ കർത്താവിനെ ഭയപ്പെട്ട് നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.